Hello, I'm Rifa and welcome to my new video. ഇന്നത്തെ വീഡിയോ ആൽക്കഹോൾ മാർക്കേഴ്സ് വെച്ചിട്ട് ട്രീസ് എങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്കെച്ച് ബുക്കിൻ്റെയും വേറൊരു മാർക്കർ കേസിൻ്റെയും അൺബോക്സിങ് കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സ്കെച്ച് ബുക്കിൽ മാർക്കേഴ്സ് വെച്ചിട്ട് വരയ്ക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന്. ട്രീസ് വരയ്ക്കുന്ന കുറേ ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ ഞാൻ ഗ്വാഷിലും അക്രിലിക്കിലൊക്കെ. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസ് ഉണ്ടായിരുന്നു ട്യൂട്ടോറിയൽ ചെയ്യുമോയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർക്കർ വെച്ചിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ തന്നെ ചെയ്യാമെന്ന്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആൽക്കഹോൾ മാർക്കേഴ്സ് ആണ്. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് പറഞ്ഞിരുന്നു ഇത് കംപ്ലീറ്റ്ലി മാർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കെച്ച് ബുക്കാണെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണാം കേട്ടോ, ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്കെച്ച് ബുക്കിൻ്റെ ഈ സ്പ്രെഡ് കംപ്ലീറ്റ്ലി ഞാൻ ട്രീസ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ് ആണ്, പക്ഷേ എല്ലാ ട്രീസിനും ഞാൻ സെയിം കളേഴ്സ് ആട്ടോ യൂസ് ചെയ്ത്. 4 ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ ആണ് ഞാൻ ലീഫിൻ്റെ പാർട്ടിന് ചൂസ് ചെയ്തത്. പിന്നെ ഒരു 2 to 3 ഷെയ്ഡ്സ് ഓഫ് ബ്രൗണും ആ ഒരു ട്രങ്ക് പാർട്ടിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്രീന് അതിൽ എനിക്ക് വേണ്ടിയിരുന്നത് ഒരു വാം കളർ ഉള്ള ഗ്രീൻ ആട്ടോ ട്രീ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ടിയിരുന്നത്. ബട്ട് വാം ഗ്രീനിൽ അത്ര ഡാർക്ക് ഷെയ്ഡ്സ് ഇല്ല, ആകെ ലൈറ്റർ ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു 2 വാം ഷെയ്ഡ്സും പിന്നെ 2 വേറെ തന്നെ ഗ്രീനിലുള്ള ഡാർക്ക് ഷെയ്ഡ്സും ആട്ടോ യൂസ് ചെയ്തത്. ഫസ്റ്റിൽ ഞാൻ സിമ്പിളായിട്ട് ഓവർ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്ത ട്രീസാണ് ചെയ്തത് കേട്ടോ. നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കൺഫ്യൂസ്ഡൊക്കെ ആയി നിൽക്കുമ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ ഏറ്റവും നല്ലത്. ഓവർ സ്ട്രെസ് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് സിമ്പിളായിട്ടുള്ള 2-3 ട്രീസാണ് ചെയ്തത്. ആദ്യം ഷാഡോ ഏരിയാസ് ഞാൻ ജസ്റ്റ് കവർ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് അടുത്ത ഷാഡോ ഏരിയാസും കൂടി കവർ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 2 ഗ്രീനിൻ്റെ ഷെയ്ഡേ അല്ല പിന്നെ വരുന്ന 2 ഗ്രീൻ ഷെയ്ഡ്. എനിക്ക് വേണ്ടിയിരുന്നത് ഒരു വാം ഷെയ്ഡാണ്. ഇപ്പോൾ ഞാൻ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്തത് ഒരു കൂൾ ഷെയ്ഡാണ്. അപ്പോൾ അത് മറ്റേ ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് ഗ്രീൻ എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ബ്ലെൻഡ് ചെയ്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഷെയ്ഡിലേക്ക് എത്തും. ആൽക്കഹോൾ മാർക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത ആയിട്ടത് നമുക്ക് എത്ര വേണമെങ്കിലും ലെയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത കളേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലെയർ ചെയ്തിട്ട് നമുക്ക് ആ കളറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു വാം ഷെയ്ഡാണ് എനിക്ക് ട്രീ എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മേലെ കൂടെ തന്നെ ആദ്യത്തെ ലെയേഴ്സിൻ്റെ മേലെ കൂടെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫൈനലായിട്ട് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ബാക്കി പോർഷനും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടോ. ഇതാണ് എൻ്റെ സിമ്പിൾ വേർഷൻ ഓഫ് ട്രീ. ട്രങ്കിന് ഞാൻ ബ്രൗൺ ആണ് യൂസ് ചെയ്തത്. ഒരു 2-3 ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ യൂസ് ചെയ്തിട്ടോ. സിമ്പിളായിട്ടാണ് ട്രങ്ക് ചെയ്തത്. എനിക്കെപ്പോഴും ട്രീയുടെ ലീഫ് പാർട്ട് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. ട്രങ്ക് ഞാൻ എപ്പോഴും മിനിമലായി കീപ്പ് ചെയ്യാറാണ് പതിവ്, പ്രത്യേകിച്ച് ഇതുപോലത്തെ തിൻ ട്രീസൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു 3 ട്രീസും ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ബുഷിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്രാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഷാഡോസ് കൊടുത്തത്, ഒന്നാകെ ഫിൽ ചെയ്തിട്ടില്ല. അപ്പം ജസ്റ്റ് ജെൻ്റലി ടാപ്പ് ചെയ്ത് ഞാൻ ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ട്രീസ് വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഇറഗുലർ എഡ്ജസ് കൊണ്ടുവരാൻ ശ്രമിക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീല് കറക്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മാർക്കേഴ്സ് ഹിമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കളേഴ്സുള്ള സെറ്റാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ സെറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഒരു ബ്രഷ് ടിപ്പും പിന്നെ ഒരു ചിസൽ ടിപ്പും കൂടിയുള്ള മാർക്കേഴ്സാണ്. അതിൽ തന്നെ ഫൈൻ ടിപ്പും ചിസൽ ടിപ്പും വരുന്ന മാർക്കേഴ്സും ഉണ്ട്. ബട്ട് എനിക്ക് ഈ ബ്രഷ് ടിപ്പാണ് ഏറ്റവും ഇഷ്ടം. അതാവുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ട്രീയുടെ ബ്രാഞ്ചസ്, ചെറിയ ചെറിയ ഡോട്ട്സ്, ഇപ്പോൾ ഞാൻ ലീഫിന് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അഗൈൻ ഈ ട്രീയുടെ ട്രങ്കിന് ഞാൻ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മേലെ ഭാഗം കുറച്ച് ഷാഡോ വരും, ആ ഒരു ലീഫിൻ്റെ ഭാഗം കവർ ചെയ്യുന്നതുകൊണ്ട് അവിടെ മെല്ലെ ഡാർക്ക് ചെയ്ത് കൊടുത്തുട്ടോ. അപ്പോൾ ചെറിയ ബുഷ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാനൊരു വലിയ സ്പ്രെഡഡ് ആയിട്ടുള്ള ട്രീ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എല്ലാത്തിലും ഞാൻ ഫസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ ഏരിയ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ചിസൽ ടിപ്പാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇതാണ് ചിസൽ ടിപ്പ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ടിപ്പ്. അത് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് ഇറഗുലർ സ്ട്രക്ചറിൽ ലീഫ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കേട്ടോ. വലിയ ട്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ഡീറ്റെയിൽസ് ചെയ്യണം. ഫസ്റ്റിൽ 2-3 ട്രീസ് ചെയ്ത പോലെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഡീറ്റെയിൽഡ് ട്രീസ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഓഫ് ഷാഡോ ചെയ്തു, അതിൻ്റെ മേലെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ആണ് അടുത്ത സെറ്റ് ഓഫ് ഷാഡോസ് ഞാൻ ചെയ്യുന്നത്. അതും ഞാൻ ടാപ്പ് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതൊരു സബ്ജക്റ്റ് വരക്കുമ്പോഴും നമ്മളെപ്പോഴും ഏത് ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നതെന്ന് നമ്മൾ ഒരു മൈൻഡിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് നോക്കിയിട്ട് ചെയ്ത് വെക്കണം.
അപ്പോൾ ആ ഒരു ലൈറ്റ് വരുന്ന ഭാഗം അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന ഭാഗം നമ്മളെപ്പോഴും ലൈറ്റായിട്ട് കീപ്പ് ചെയ്യണം. ബാക്കിയുള്ള ഭാഗത്തായിരിക്കണം നമ്മുടെ ഷാഡോയും കോൺട്രാസ്റ്റൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ കംപ്ലീറ്റ് ട്രീസിൽ ഞാൻ മേലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുന്തോറും ഞാനതിനെ ലൈറ്റാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ആൽക്കോഹോൾ മാർക്കേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. ഇതുപോലെ കുറേ ടാപ്സൊക്കെ വെച്ചിട്ട് ഇറഗുലറായിട്ട് ചെയ്താൽ മതി. അത് ഫിനിഷ് ചെയ്യുമ്പോൾ നല്ല തന്നെ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ ഈ ഒരു ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേജസ് നൈസാണ് കേട്ടോ. എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സ്മൂത്തും ആയതുകൊണ്ട് ആൽക്കോഹോൾ മാർക്കേഴ്സ് ചെയ്യാൻ നല്ല എളുപ്പമുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രയോ ലെയർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും പേപ്പർ ഇളകി പോരുന്നൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഈ ഒരു പേപ്പറിന്. അപ്പോൾ ഡീറ്റെയിൽഡ് ട്രീ വരയ്ക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു എക്സ്ട്രാ സ്റ്റെപ്പാട്ടോ ഇത്. ലാസ്റ്റ് നമ്മുടെ ആ ഫസ്റ്റ് അപ്ലൈ ചെയ്ത ഡാർക്ക് ഗ്രീൻ ലെയർ വെച്ചിട്ട് തന്നെ കുറച്ചുകൂടി ഷാഡോ കൊടുക്കുകയാണ്. കാരണം നമ്മളത് മേലെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഡാർക്ക് ഏരിയാസുള്ള ട്രീസാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ കൂടി ഞാൻ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അഗെയിൻ ട്രങ്ക് ഞാൻ ലൈറ്റ് ബ്രൗൺ ചെയ്തിട്ട് പിന്നെ ഡാർക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എൻ്റെ ലൈറ്റ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ലൈറ്റായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഈ ഒരു ലീഫ് മൂടി കിടക്കുന്ന ഭാഗത്തുള്ള ബ്രാഞ്ചസൊക്കെ മാക്സിമം ഡാർക്ക് ആക്കണം നമ്മൾ. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽഡ് പൈൻ ട്രീ ആണ്. ഞാനൊരു സിമ്പിൾ പൈൻ ട്രീ വെച്ചിട്ടാണ് ഈ ഒരു സ്പ്രെഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അടുത്തത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പൈൻ ട്രീ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് ഞാൻ ചിസൽ ടിപ്പ് അല്ല കേട്ടോ യൂസ് ചെയ്തത്, ബ്രഷ് ടിപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. കാരണം പൈൻ ട്രീൻ്റെ ഡീറ്റെയിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക ഈ ഒരു ടിപ്പ് വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ പൈൻ ട്രീ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിന് കറക്റ്റ് മനസ്സിലാവും ഞാൻ എവിടെ ഷാഡോ അപ്ലൈ ചെയ്തതെന്ന്. റൈറ്റ് ഭാഗത്ത് കംപ്ലീറ്റ്ലി ഞാൻ ഡാർക്കായിട്ട് കൊടുത്തിട്ട് ലെഫ്റ്റ് ഭാഗത്ത് അത്രയും ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഷാഡോസ് കൊടുക്കുമ്പോൾ ആ ഒരു ട്രീൻ്റെ ബണ്ടിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഷാഡോമലാണ് ആ ഒരു ബണ്ടിലിൻ്റെ സ്ട്രക്ചർ വരിക. എഗെയിൻ ഞാനൊരു ലൈറ്റ് വാമ ഗ്രീൻ വെച്ചിട്ട് അത് കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്തു. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതായിരുന്നു ആക്ച്വലി ലൈറ്റ് ഗ്രീൻ, അതായത് ലാസ്റ്റ് കൊടുക്കേണ്ട ഗ്രീൻ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് എഗെയിൻ ആ ഷാഡോ റീജിയൻ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ ആ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടോ. ഇങ്ങനെയാണ് നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യുക. ആൻഡ് ഡീറ്റെയിൽഡ് ട്രീ ആയതുകൊണ്ട് തന്നെ എഗെയിൻ ഫസ്റ്റിൽ അപ്ലൈ ചെയ്ത ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് കുറച്ചുകൂടി ഷാഡോസിന് ഡെപ്തൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ട്രീസിലെ ലീഫ് വരക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് ടാപ്പിംഗ് മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് തിരിച്ച് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു ബുഷ് ചെയ്തത്. അതായത് ഈ പ്രാവശ്യം ഞാൻ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ചെയ്തു. ഇങ്ങനെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഡാർക്ക് ഗ്രീൻ ആഡ് ചെയ്തു, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ, അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്തുള്ള ഗ്രീനൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആ ഒരു ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ലെയർ വേറെ തന്നെ നിൽക്കും, ഒരു മാച്ച് ഇല്ലാത്ത പോലെ നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം യൂസ് ചെയ്ത ഒരു ടെക്നിക്ക് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ട്രീ ഒക്കെ വരക്കുന്നതിന് മുന്നേ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ബുഷസ് വരക്കുന്നതാണ് കേട്ടോ. അടുത്തത് ഞാനൊരു എഗെയിൻ സ്പ്രെഡഡ് ട്രീ ആണ്, കുറച്ചും കൂടി വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള സ്കാറ്റേഡ് ആയിട്ടുള്ള ട്രീ ആണ്. ഇപ്രാവശ്യം ഞാൻ ചിസൽ ടിപ്പല്ല യൂസ് ചെയ്തത്, ബ്രഷ് ടിപ്പ് വെച്ചിട്ടാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഡിഫറൻസ് കാണാൻ പറ്റും. മേലത്തെ ട്രീയിൽ കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള സ്ട്രോക്സ് ആണ് വരിക, താഴെയുള്ളതിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ലീഫി സ്ട്രക്ചർ ആയിരിക്കും വരിക. അപ്പം ഇതിൻ്റെ ഷാഡോ ഒക്കെ ഞാൻ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തു, എന്നിട്ട് ആസ് യൂഷ്വൽ നെക്സ്റ്റ് ഷാഡോ ലെയർ അപ്ലൈ ചെയ്തു. അങ്ങനെ ഓരോന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബ്രഷ് ടിപ്പ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും കേട്ടോ. ചിസൽ ടിപ്പ് ആകുമ്പോൾ പെട്ടെന്ന് കവർ ചെയ്ത് കിട്ടും. ബ്രഷ് ടിപ്പ് ആകുമ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ടൈം എടുക്കും അതിൻ്റെ ആ ഒരു പ്രോസസ്സും ആ ഒരു ടെക്സ്ചറൊക്കെ കൊണ്ടുവരാൻ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലെയർ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു, ബട്ട് അത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പ്രോബ്ലം കാരണം അത് മിസ്സായിപ്പോയി. അതാണ് നേരെ ലൈറ്റർ ഷെയ്ഡിലേക്ക് ജമ്പ് ചെയ്തത് കേട്ടോ. ആൻഡ് അഗെയിൻ ലാസ്റ്റിൽ ഞാൻ നമ്മുടെ ഡാർക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ട്രീ ഭയങ്കര സ്കാറ്റേഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എഡ്ജസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ഇറഗുലറാണ്. നമ്മളൊരു ട്രീ റിയലിസ്റ്റിക് ആക്കാൻ നോക്കുന്നത് അതിൻ്റെ എഡ്ജ് കീപ്പ് ചെയ്തിട്ടാണ് കേട്ടോ. ഭയങ്കര യൂണിഫോം ആയിട്ടുള്ള എഡ്ജ് ആണെങ്കിൽ ആ ട്രീ ഭയങ്കര ഒരു ഓടായിട്ട് നിൽക്കും. അപ്പോൾ വരയ്ക്കുമ്പോൾ എപ്പോഴും എഡ്ജ് ഇറഗുലർ ആക്കി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അഗെയിൻ ഇതിൻ്റെ തിൻ ആൻഡ് ഗ്രൂപ്പ് ഓഫ് ബ്രാഞ്ചസ് ആണ് വരുന്നത്.
അപ്പോൾ ഞാൻ എഗെയിൻ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് തുടങ്ങി, പിന്നെ ജെൻ്റലി ഡാർക്ക് വാല്യൂസ് കൊടുത്തുട്ടോ. അപ്പം ഈ ഒരു ബ്രാഞ്ചസ് വരക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനാണ് ഞാൻ ബ്രഷ് ടിപ്പ് ചൂസ് ചെയ്തത് കേട്ടോ. തിൻ ബ്രാഞ്ചസ് തിൻ ലൈൻസ് ഒക്കെ വരക്കാൻ ബ്രഷ് ടിപ്പാണ് ഏറ്റവും നല്ലത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ താഴെ ഗ്രാസൊക്കെ ആഡ് ചെയ്തിരുന്നു. അതിൻ്റെ ക്ലിപ്സൊക്കെ എനിക്ക് മിസ്സായിപ്പോയി കേട്ടോ എഗെയിൻ. അപ്പം ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തത് ഒരു ബുഷസാണ്. സെയിം ടെക്നിക്ക് തന്നെയാണ് കേട്ടോ വരിക. ബുഷസിൻ്റെ താഴ്ഭാഗം ഭയങ്കര ഡാർക്കായിട്ട് തുടങ്ങിയിട്ട് നമ്മൾ മേൽഭാഗത്തേക്ക് വരുന്നതോറും ലൈറ്റാക്കി കൊണ്ടുവരിക ചെയ്യാം. അപ്പോൾ ഇത് ആൽക്കഹോൾ മാർക്കേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള മാർക്കേഴ്സ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സോഷ്യൽ മീഡിയയിൽ ടാഗ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്രീ ഹാൻഡ് എന്നുള്ള ഐഡിയ ആണ് എൻ്റെത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെന്ന് ജസ്റ്റ് സജഷൻസ് കമൻറ്റ് ചെയ്യാം. മാർക്കേഴ്സിൻ്റെയും സ്കെച്ച് ബുക്കിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. So thank you so much for watching and supporting. Stay tuned for more such videos. See you in the next video. Thank you.